നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം. സുഹൃത്തുക്കളെ, വീണ്ടും മലപ്പുറമാണ്. ഇപ്രാവശ്യം മലപ്പുറത്തെ കുറിച്ചിട്ട് വിഷവർത്താനം മാത്രം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കെ സുരേന്ദ്രനാണ്. അദ്ദേഹം ഇതേ പറയാറുള്ളൂ. എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും മലപ്പുറത്തെ കുറിച്ചിട്ട് ഇങ്ങനെ വാത്തോരാത്ത പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വാത്തോരാത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രസംഗം നല്ലതല്ലട്ടാ, ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യമല്ല അവർ മലപ്പുറത്തെ കുറിച്ച് പറയുക. കാരണം മലപ്പുറത്താണ് കേരളം മൊത്തം നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ മുസ്ലിം ജനസംഖ്യ തിങ്ങിപ്പാർത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും മലപ്പുറത്തെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവർക്ക് നമ്മുടെ നാടിനെ അങ്ങോട്ട് വിഭജിച്ച് കളയണം. മുസ്ലിങ്ങളെ വേറാക്കണം, ഹിന്ദുക്കളെ വേറാക്കണം, ക്രിസ്ത്യൻസിനെ വേറാക്കണം. എന്നിട്ട് ഇവർക്ക് അതിന്റെ അടയെ കയറുന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ നിരന്തരമായിട്ട് ഇപ്പോൾ ഈ മലപ്പുറത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം ആക്രമിച്ചുകൊണ്ടിരുന്നത് PC ജോർജ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ നടേശൻ അത് ഏറ്റെടുത്തു. പിന്നെ ഇപ്പോഴാ സുരേന്ദ്രൻ കൂടി അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളെയാണ് കേട്ടോ. മലപ്പുറത്ത് വ്രതമെടുക്കുന്ന ഒരു മാസം മലപ്പുറത്ത് ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. തെറ്റാണേ. ഞാൻ മലപ്പുറത്ത് തിരൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. വിദ്വേഷ പരാമർശവുമായി കെ സുരേന്ദ്രൻ ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. എന്തായാലും എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? കെ സുരേന്ദ്രൻ പറഞ്ഞത് വലിയ യാഥാർത്ഥ്യമുണ്ടോ? എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കി നോക്കണേ. നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല. എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം കിടക്കാം. മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ല. വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭാഗികമായിട്ട് കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കണം. കൃത്യമായിട്ട് തന്നെ ഞാൻ പറയാം. മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ, തിരൂര് പോലെയുള്ള, പുത്തനത്താണി പോലെയുള്ള, പരപ്പനങ്ങാടി പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സാധാരണയായിട്ട് സ്ഥിരമായി തുറന്നുകൊണ്ടിരുന്ന ഹോട്ടലുകൾ അവർ പൂട്ടും. കൃത്യമായിട്ട് പൂട്ടുന്നത് ആ ഭാഗങ്ങളിൽ മുഴുവൻ താമസിക്കുന്നത്, അവിടെ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നത് മുസ്ലിം സമുദായക്കാരാണ്. അവരുടെ കച്ചവടം കൊണ്ട്, അവർ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട്, അവരവിടുത്തെ സാധനങ്ങൾ വാങ്ങിച്ചു പോയത് കൊണ്ടാണ് പലപ്പോഴും അത്തരം ഹോട്ടലുകളൊക്കെ അവര് തുറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മാസം എന്ത് സംഭവിക്കും? സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരും വരില്ല. വളരെ കുറച്ച് എണ്ണത്തിൽ കുറവ് മാത്രം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അവിടെ ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇവരെന്തായാലും സ്ഥിരമായിട്ട് ആ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും ആവണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഇവരെ കച്ചവടം പൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലോ മറ്റു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഭക്ഷണ സ്ഥാപനങ്ങളോ മറ്റും തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന കച്ചവടത്തിന്റെ ഒരംശം പോലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരം കച്ചവട സ്ഥാപനങ്ങൾ പലപ്പോഴും പൂട്ടാറുണ്ട്. എന്നാൽ പരിപൂർണമായിട്ട് പൂട്ടുമോ? ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഇത്തരം സ്ഥലങ്ങൾ, തിരൂരായിക്കോട്ടെ, ഇനിയിപ്പോ പുത്തനത്താണി ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില ഹോട്ടലുകൾ തുറന്നു വെക്കും. എല്ലാ ഹോട്ടലുകളും പരിപൂർണ്ണ തുറന്നു വെക്കില്ല, അടച്ചു വെക്കില്ല. ചില ഹോട്ടലുകൾ തുറന്നു വെക്കും. ആ ഹോട്ടലുകൾ ഏതൊക്കെയാണ് തുറക്കുകയെന്ന് കൃത്യമായിട്ടും ആ സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇപ്പൊ ഏതാ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്ന് കൃത്യമായിട്ടും അവർ പറഞ്ഞു തരും. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ തുറക്കാത്ത സ്ഥലത്ത് പോയിട്ട് ഹോട്ടൽ അടച്ചിട്ട് വെച്ചിട്ട് ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് വെള്ളം തരണമെന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരിക്കില്ല, അവിടുന്ന് കിട്ടില്ല. കാരണം കച്ചവടം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം 100 ചായ പോകുന്നിടയ്ക്ക് 2 ചായ മാത്രം ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് ആ ഗ്യാസ് മുഴുവൻ കത്തിച്ചു കളയാൻ എന്തായാലും അവിടുത്തെ കച്ചവടക്കാർ തയ്യാറാവില്ല. ഇതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വർഗീയപരമായിട്ട് ചിത്രീകരിക്കുകയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയം തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല
ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി എണ്ണത്തിൽ കുറവ് മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. അത്തരം ആളുകളെ കൂടി, അത്തരം പുഴുക്കുത്തുകളെ കൂടി നമ്മുടെ മലപ്പുറത്ത് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ മലപ്പുറം ദാ പേളി സ്ഥലമായിരിക്കും. എന്നാലും സുരേന്ദ്രൻ പറയുന്ന ബാക്കി കേൾക്കാം. വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങള് ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഒരു നിഗൂഢ ശക്തികളല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തില് പ്രചാരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്, അക്യൂപഞ്ചർ. ഈ അക്യൂപഞ്ചർ ചികിത്സ പഠിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും വളരെ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ആളുകൾ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചികിത്സ കൊണ്ട് രോഗം പരിപൂർണമായിട്ട് മാറും, ഏത് രോഗവും മാറും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിപ്പോ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഏതൊരു കായ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറുന്നു പറഞ്ഞിട്ട് ഒരു വൈദ്യരുണ്ടായിരുന്നു. അവസാനം വൈദ്യരെങ്ങാണ്ട് ക്യാൻസർ വന്നിട്ട് എങ്ങാണ്ടൊക്കെ മരിച്ച്, മനസ്സിലായില്ലേ? എന്താ രാമൻ വൈദ്യരോ ഏതൊരു വൈദ്യരുണ്ടാവും, ഞാൻ വൈദ്യരെ പേര് മറന്നുപോയി. എന്തോരോ അബദ്ധങ്ങളായ പ്രചരിപ്പിച്ചിരുന്നത്. നോക്കൂ, നമ്മുടെ കോഴിക്കോട് നിപ വന്ന സമയത്ത് പഴങ്ങളൊക്കെ കഴിക്കാം, ഞാനിതാ വവ്വാല് വവ്വാല് തിന്ന പഴം കഴിക്കുന്നു പറഞ്ഞിട്ട് ആ വൈദ്യരെടുത്ത് പഴങ്ങളൊക്കെ കഴിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാ. അദ്ദേഹം പ്രചരിപ്പിച്ചെന്ന കാര്യം വാക്സിൻ എടുക്കരുത് എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഈ വാദഗതിയുമായിട്ട് ഒന്നു ചേർന്ന് പോവാൻ അല്പം പ്രയാസമുണ്ട്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളും ഇത്തരം അബദ്ധ ചികിത്സാ രീതികളിൽ പെട്ടുപോകുന്നുണ്ട്. നോക്കൂ, മന്ത്രവാദം കൊണ്ട് ആളുകളുടെ മാനസിക രോഗം മാറ്റുമെന്ന് പറയുന്ന ചിന്താഗതി എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഹിന്ദു മതത്തിലാണ്. എന്നാൽ ഇസ്ലാം മതത്തിലെ ആൾക്കാർ അത് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇസ്ലാം മതത്തിലും മന്ത്രവാദമുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ അടുത്തേക്ക് പോലും വരിക, ഹിന്ദുക്കൾ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം ചില തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്ന പറഞ്ഞ പരിപാടി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതായത് മതവും ജാതിയും നോക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപഴകി ജീവിക്കുന്ന, ഇടപഴകി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. സുരേന്ദ്രൻ പറഞ്ഞ ഈ രണ്ടാമത്തെ സംഗതിയും മഹാവിപത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, രണ്ടിലുണ്ട് ഈ പുഴുക്കുത്തുകൾ എന്ന് സുരേന്ദ്രൻ പറയേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ എന്തൊരു മഹാവിഡിത്തവും ഒപ്പം തന്നെ ഭയങ്കര തെറ്റുമാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുത്തിരുന്ന ഭക്ഷണം മുടക്കിയെന്ന് പറയുന്നത് ഒരു തരത്തിലുമില്ല. കുട്ടികൾക്ക് അവിടെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്റെ നാടെന്ന് പറഞ്ഞ എടപ്പാൾ എന്ന് പൊന്നാനി പ്രദേശമാണെന്നേ. ഇവിടെയുള്ള സ്കൂളുകളിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വളരെ കൃത്യമായിട്ട് ആ ഒരു മാസം കൊടുത്തിരുന്നു എന്നാണ്. കഴിക്കാത്ത കുട്ടികളുണ്ട്, മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ചില കുട്ടികൾ നോമ്പ് എടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾ കഴിക്കില്ല. നോമ്പ് എടുക്കാത്ത കുട്ടികൾ നിർബാധം കഴിക്കുന്നുണ്ട്. ഇനി അതും കിടക്കട്ടെ, നോമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഉപ്പാനോട് ഉമ്മായുടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റു എന്താ പറയുക ഹിന്ദു മതസ്ഥരുടെ വീട്ടിൽ പോയിട്ട് മൃഷ്ടാന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സൗഹൃദങ്ങളും നമ്മൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മലപ്പുറം പ്രദേശത്തെ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ സീരിയസ്നെസ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇസ്ലാം മതമായി ഹിന്ദു മതമായാലും ഇത്തരം പുരോഹിതന്മാരൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ 5 പൈസയ്ക്ക് വില വെക്കാത്ത ആളുകൾ നമുക്ക് കാണാം. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഏത് മതമായിക്കോട്ടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് നടക്കുന്നത് കാണാം. അതായത് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾ, ഏതെങ്കിലും ഉസ്താദുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിമാരോ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ധരിച്ച എന്ന് പറഞ്ഞ് വളരെ വൃത്തിയായിട്ട് നടക്കുന്നത്. എന്തിനേറെ
ഒരു ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ള വസ്ത്രം വേണം, പാന്റും ഷർട്ടും ഇട്ട് നടക്കാനുള്ള അധികാരം വേണം എന്ന് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സമയത്ത് എതിർത്തിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എതിർത്തവരവിടെ കുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് നിങ്ങൾ ചുമ്മാ കണ്ണ് തുറന്നു നോക്കൂ, പാന്റ് ഷർട്ട് എടുത്ത് നടക്കുന്ന എന്തോരം പെൺകുട്ടികളെ, എന്തോരം ആൺകുട്ടികൾ നമുക്ക് കാണാം. അവർക്ക് അതിലൊരു വിഷയമില്ല. അത്ര ഒരു വിഷയമില്ലാത്ത സമയത്ത് ഇമ്മാതിരി മരക്കിഴോന്മാരൊക്കെ ഇങ്ങനത്തെ ഓരോന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പച്ചക്കറിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിക്കളയുന്ന വേപ്പിലയുടെ വില മാത്രമേ ഇത്തരം വാക്കുകൾ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. വേപ്പില ഗുണമുള്ളതാണ്, അപ്പൊ വേപ്പില എന്ന് പോലും പറയാൻ പറ്റില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ബൈ. നമ്മളിപ്പോ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എന്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല. സുഹൃത്തുക്കളെ, എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആദ്യം കിടക്കാം. മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ല. വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭാഗികമായിട്ട് കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കണം. കൃത്യമായിട്ട് തന്നെ ഞാൻ പറയാം. മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ, തിരൂര് പോലെയുള്ള, പുത്തനത്താണി പോലെയുള്ള, പരപ്പനങ്ങാടി പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും സാധാരണയായിട്ട് സ്ഥിരമായി തുറന്നുകൊണ്ടിരുന്ന ഹോട്ടലുകൾ അവർ പൂട്ടും. കൃത്യമായിട്ട് പൂട്ടുന്നത് ആ ഭാഗങ്ങളിൽ മുഴുവൻ താമസിക്കുന്നത്, അവിടെ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നത് മുസ്ലിം സമുദായക്കാരാണ്. അവരുടെ കച്ചവടം കൊണ്ട്, അവരെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട്, അവരവിടുത്തെ സാധനങ്ങൾ വാങ്ങിച്ചു പോയത് കൊണ്ടാണ് പലപ്പോഴും അത്തരം ഹോട്ടലുകളൊക്കെ അവര് തുറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മാസം എന്ത് സംഭവിക്കും? സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരും വരില്ല. വളരെ കുറച്ച് എണ്ണത്തിൽ കുറവ് മാത്രം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അവിടെ ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇവരെന്തായാലും സ്ഥിരമായിട്ട് ആ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും ആവണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഇവരെ കച്ചവടം കൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലോ മറ്റു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഭക്ഷണ സ്ഥാപനങ്ങളോ മറ്റും തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന കച്ചവടത്തിന്റെ ഒരംശം പോലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരം കച്ചവട സ്ഥാപനങ്ങൾ പലപ്പോഴും പൂട്ടാറുണ്ട്. എന്നാൽ പരിപൂർണമായിട്ട് പൂട്ടുമോ? ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഇത്തരം സ്ഥലങ്ങൾ, തിരൂരായിക്കോട്ടെ, ഇനിയിപ്പോ പുത്തനത്താണായിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില ഹോട്ടലുകൾ തുറന്നു വെക്കും. എല്ലാ ഹോട്ടലുകളും പരിപൂർണ്ണ തുറന്നു വെക്കില്ല, അടച്ചു വെക്കില്ല. ചില ഹോട്ടലുകൾ തുറന്നു വെക്കും. ആ ഹോട്ടലുകൾ ഏതൊക്കെയാണ് തുറക്കുകയെന്ന് കൃത്യമായിട്ടും ആ സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇപ്പൊ ഏതാ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമെന്ന് കൃത്യമായിട്ടും അവർ പറഞ്ഞു തരും. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ തുറക്കാത്ത സ്ഥലത്ത് പോയിട്ട് ഹോട്ടൽ അടച്ചിട്ട് വെച്ചിട്ട് ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് വെള്ളം തരണമെന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരിക്കില്ല, അവിടുന്ന് കിട്ടില്ല. കാരണം കച്ചവടം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം 100 ചായ പോകുന്നിടയ്ക്ക് 2 ചായ മാത്രം ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് ആ ഗ്യാസ് മുഴുവൻ കത്തിച്ചു കളയാൻ എന്തായാലും അവിടുത്തെ കച്ചവടക്കാർ തയ്യാറാവില്ല. ഇതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വർഗീയപരമായിട്ട് ചിത്രീകരിക്കുകയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയം തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി എണ്ണത്തിൽ കുറവ് മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. അത്തരം ആളുകളെ കൂടി, അത്തരം പുഴുക്കുത്തുകളെ കൂടി നമ്മുടെ മലപ്പുറത്ത് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ മലപ്പുറം പൊളി സ്ഥലമായിരിക്കും. എന്നാലും സുരേന്ദ്രൻ പറയുന്ന ബാക്കി ആൾക്കാർ വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങള് ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഒരു നിഗൂഢ ശക്തികളല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തില് പ്രചാരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്, അക്യൂപഞ്ചർ. ഈ അക്യൂപഞ്ചർ ചികിത്സ
പഠിപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും വളരെ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ആളുകൾ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചികിത്സ കൊണ്ട് രോഗം പരിപൂർണമായിട്ട് മാറും, ഏത് രോഗവും മാറും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിപ്പോ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ മാത്രം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഏതൊരു കായ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറുന്നു പറഞ്ഞിട്ട് ഒരു വൈദ്യരുണ്ടായിരുന്നു. അവസാനം വൈദ്യരെങ്ങാണ്ട് ക്യാൻസർ വന്നിട്ട് എങ്ങാണ്ടൊക്കെ മരിച്ച്, മനസ്സിലായില്ലേ? എന്താ രാമൻ വൈദ്യരോ ഏതൊരു വൈദ്യരുണ്ടാകും, ഞാൻ വൈദ്യരെ പേര് മറന്നുപോയി. എന്തോരോ അബദ്ധങ്ങളായ അയാൾ പ്രചരിപ്പിച്ചിരുന്നത്. നോക്കൂ, നമ്മുടെ കോഴിക്കോട് നിപ വന്ന സമയത്ത് പഴങ്ങളൊക്കെ കഴിക്കാം, ഞാനിതാ വവ്വാല് കൊത്തിയ വവ്വാല് തിന്ന പഴം കഴിക്കുന്നു പറഞ്ഞിട്ട് ആ വൈദ്യരെടുത്ത് പഴങ്ങളൊക്കെ കഴിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാ. അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്ന കാര്യം വാക്സിൻ എടുക്കരുത് എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നുള്ള ഈ വാദഗതിയുമായിട്ട് ഒന്നു ചേർന്ന് പോവാൻ അല്പം പ്രയാസമുണ്ട്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളും ഇത്തരം അബദ്ധ ചികിത്സാ രീതികളിൽ പെട്ടുപോകുന്നുണ്ട്. നോക്കൂ, മന്ത്രവാദം കൊണ്ട് ആളുകളുടെ മാനസിക രോഗം മാറ്റുമെന്ന് പറയുന്ന ചിന്താഗതി എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഹിന്ദു മതത്തിലാണ്. എന്നാൽ ഇസ്ലാം മതത്തിലെ ആൾക്കാർ അത് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇസ്ലാം മതത്തിലും മന്ത്രവാദമുണ്ട്, അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ അടുത്തേക്ക് പോലും വരിക, ഹിന്ദുക്കൾ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം ചില തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്ന പറഞ്ഞ പരിപാടി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതായത് മതവും ജാതിയും നോക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപഴകി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. സുരേന്ദ്രൻ പറഞ്ഞ ഈ രണ്ടാമത്തെ സംഗതിയും മഹാവിപത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല, രണ്ടിലുണ്ട് ഈ പുഴുക്കുത്തുകൾ എന്ന് സുരേന്ദ്രൻ പറയേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവം അല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെ അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ എന്തൊരു മഹാവിഡിത്തവും ഒപ്പം തന്നെ ഭയങ്കര തെറ്റുമാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുത്തിരുന്ന ഭക്ഷണം മുടക്കിയെന്ന് പറയുന്നത് ഒരു തരത്തിലുമില്ല. കുട്ടികൾക്ക് അവിടെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്റെ നാടെന്ന് പറഞ്ഞ എടപ്പാൾ എന്ന പൊന്നാനി പ്രദേശമാണെന്നേ. ഇവിടെയുള്ള സ്കൂളുകളിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വളരെ കൃത്യമായിട്ട് ആ ഒരു മാസം കൊടുത്തിരുന്നു എന്നാണ്. കഴിക്കാത്ത കുട്ടികളുണ്ട്, മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ചില കുട്ടികൾ നോമ്പ് എടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾ കഴിക്കില്ല. നോമ്പ് എടുക്കാത്ത കുട്ടികൾ നിർബാധം കഴിക്കുന്നുണ്ട്. ഇനി അതും കിടക്കട്ടെ, നോമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഉപ്പാനോട് ഉമ്മായുടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റു ഹിന്ദു മതസ്ഥരുടെ വീട്ടിൽ പോയിട്ട് മൃഷ്ടാന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സൗഹൃദങ്ങളും നമ്മൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മലപ്പുറം പ്രദേശത്തെ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ സീരിയസ്നെസ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇസ്ലാം മതവും ഹിന്ദു മതമായാലും ഇത്തരം പുരോഹിതന്മാരൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ 5 പൈസയ്ക്ക് വില വയ്ക്കാത്ത ആളുകൾ നമുക്ക് കാണാം. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഏത് മതം ആയിക്കോട്ടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഫാഷനബിൾ ആയിട്ട് നടക്കുന്നത് കാണാം. അതായത് ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകൾ, ഏതെങ്കിലും ഉസ്താദുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിമാരോ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ധരിച്ച എന്ന് പറഞ്ഞ് വളരെ വൃത്തിയായിട്ട് നടക്കുന്നത്. എന്തിനേറെ ഒരു ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ള വസ്ത്രം വേണം, പാന്റും ഷർട്ടും ഇട്ട് നടക്കാനുള്ള അധികാരം വേണം എന്ന് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സമയത്ത് എതിർത്തിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എതിർത്തവരവിടെ കുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് നിങ്ങൾ ചുമ്മാ കണ്ണ് തുറന്നു നോക്കൂ, പാന്റ് ഷർട്ട് എടുത്ത് നടക്കുന്ന എന്തോരം പെൺകുട്ടികളെ, എന്തോരം ആൺകുട്ടികൾ നമുക്ക് കാണാം. അവർക്ക് അതിലൊരു വിഷയമില്ല. അത്ര ഒരു വിഷയമില്ലാത്ത സമയത്ത് ഇമ്മാതിരി മരക്കിഴോന്മാരൊക്കെ ഇങ്ങനത്തെ ഓരോന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പച്ചക്കറിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിക്കളയുന്ന വേപ്പിലയുടെ വില മാത്രമേ ഇത്തരം വാക്കുകൾ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. വേപ്പില ഗുണമുള്ളതാണ്. അപ്പൊ വേപ്പില എന്ന് പോലും പറയാൻ പറ്റില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ബൈ.